ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന തീവ്ര ന്യൂനമർദ്ദം കരയിൽ പ്രവേശിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. ഒഡീഷ തീരത്തിന് സമീപത്തെ പുരിയിലാണ് ന്യൂനമർദ്ദം കരകയറിയത്. ഇത് അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഒഡീഷയ്ക്കും ഛത്തീസ്ഗഡിനും കൂടുതൽ വടക്കുപടിഞ്ഞാറായി നീങ്ങുകയും ക്രമേണ ദുർബലമായി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറുകയും ചെയ്യുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. ഇതോടെ കേരളത്തിൽ ഇനി കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതറും അറിയിച്ചു. സംസ്ഥാനത്ത് പലയിടത്തും ഇന്നുതന്നെ വെയിൽ തെളിയും. നിലവിൽ വിവിധയിടങ്ങളിൽ വെയിൽ അനുഭവപ്പെടുന്നുണ്ട്. നാളെ കൂടുതൽ പ്രദേശങ്ങളിൽ വെയിൽ പ്രതീക്ഷിക്കാം. മഴ കുറയുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്ന് ഒരിടത്തും റെഡ്, ഓറഞ്ച് അലർട്ടുകൾ നൽകിയിട്ടില്ല. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമായി ഇന്ന് യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതേസമയം 23-ന് ശേഷം വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും തുടർന്ന് 3-4 ദിവസം വീണ്ടും മഴ ശക്തിപ്പെട്ടേക്കുമെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.